ഹായ് ഗൈസ്, ഫിക്സറാണ്. രാവിലെ അറൗണ്ട് 9:30 സമയം. സോ ഇരുന്നപ്പോൾ തോന്നി വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം ഇന്നത്തെ ആഴ്ചയാ, ഇന്ന് തിങ്കളാഴ്ചയാണ്. സോ നമുക്കിവിടെ രാവിലെ എണീറ്റപ്പോൾ തന്നെ മരമൊക്കെ ആയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ്. ഇവിടെ നമുക്ക് റോഡ് വരുന്നുണ്ട്. അപ്പോൾ റോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വീതിയാവാതെ കിടക്കുമായിരുന്നു. നേരത്തെ അതിന് തൊട്ടടുത്തൊരു പാലമൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. സോ പാലം വന്നിട്ട് കുറച്ച് ദൂരത്തേക്കും ഒരു മെയിൻ റോഡ് വരുന്നുണ്ട് അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മെയിൻ റോഡ് വരുന്നുണ്ട്. സോ അത്രയും ദൂരം കുഞ്ഞു റോഡായിരുന്നു. ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഒരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാറിന് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു വീതി ഉണ്ടായിരുന്നുള്ളൂ. അതിന് തൊട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറൗണ്ട് ഒരു 400 മീറ്റർ റോഡ്. ആ ഒരു വീതിയായിരുന്നു, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വലിയ റോഡാണ്. ഇത്ര ഒരു കേസിലും ഒന്നിനും അവിടെ ഓരോരുത്തർ കേസൊക്കെ കൊടുത്തിട്ട് പൈസ അവർക്കൊക്കെ വസ്തു കുറേ അവർക്ക് പോണവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കേസൊക്കെ കൊടുത്തിട്ട് അവർ ചിലർക്ക് കിണർ പോകുന്നവരുണ്ട്. സോ അങ്ങനെ കേസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടിട്ട് പൊളിച്ചിട്ട് അങ്ങ് പോയി. നമുക്ക് റോഡൊക്കെ കിടന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞ് അത്ര ഗതികെട്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ റോഡ് പൊളിച്ചിട്ട് ഇപ്പോൾ അറൗണ്ട് 3 മാസമായി. 3 മാസമായിട്ട് ഇപ്പോഴാണ് അവന്മാർ സൈഡിലുള്ള മരമൊക്കെ മുറിച്ച് മാറ്റാൻ വന്നിട്ടുള്ളത്. അപ്പം മരമൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരണമെങ്കിൽ ഇത് സത്യം പറഞ്ഞൊരു വിളയാണ് കേസ്. വിളയുടെ അപ്പുറത്താണ് റോഡ് വരുന്നത്. മുറിക്കുന്നത് കാണിക്കാൻ അവിടെ ഒരാൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഇപ്പുറമാണ് റോഡ്. നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ച് പേര് മരം എടുത്തോണ്ട് ഇപ്പുണ്ട്. സംഭവം. അപ്പോൾ കാപ്പി കുടിക്കാൻ പോവാണ്. സത്യം പറഞ്ഞൊന്ന് നേരത്തെ ആണ് കേട്ടോ. നമ്മൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്കൊരു 11-12 മണിയാണ് നമ്മൾ പതിവ് ടൈം. ഇന്ന് 9-9:30 ആയപ്പം 9:30 ആയെന്ന് തോന്നുന്നു. അത്രയും വാടാങ്ങോട്ട് 9:24. സോ അപ്പോൾ കാപ്പി കുടിക്കാൻ പോകണം കേസ്. ഹലോ കേസ്. സോ പൊട്ടുമ്പഴമാണ് പഴയൊക്കെ ഉണ്ട്. പൊട്ടുമ്പഴും ലൈറ്റ് ഒന്നും കൊണ്ട് പേടിക്കരുത്. വർഷങ്ങളായിട്ടുള്ളതാണ്. പുരാവസ്തുവാണ്. ഇനി ഒരു കുറച്ച് വർഷം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിൽ കൊടുക്കാം. വേറെ സോ തേയിലയൊക്കെ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, പറഞ്ഞറിയാൻ. സോ വെച്ചിട്ട് കാണാം ഗൈസ്. നേരത്തെ ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ. സോ ഇതാണ് പാലം. ആരൊക്കെ ഉണ്ടോ പാലം? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പാലം കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം പരിപാടി. സംഭവം ഈ പാലം വന്ന് എൻ്റെ ഒരു ഓൺ വേ റോഡിലാണ്. സോ ഇതാണ് പരിപാടി. ഒരു കാർ പോവും ഇങ്ങോട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും. അതാണ് അവസ്ഥ. എന്താണ്ടി അത് ആരും കയറാതിരിക്കാൻ വേണ്ടി ശാലം പൊക്കി കെട്ടിയപ്പോഴേ ഇവിടെ വണ്ടികളൊന്ന് കയറുന്നു. ഇതാണ് കേസ് അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ ഇവിടെ കണ്ട ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു കല്ലിരിപ്പുണ്ട്. ഇതുപോലെ അങ്ങറ്റം വരെ ഒരു മെയിൻ റോഡ് വരും നമുക്ക്. നമ്മുടെ മെയിൻ സ്ഥലം അതാ, പഴയകിട എന്ന് പറയുന്ന സ്ഥലമാണ്. സോ അവിടെ
അവിടെ വരെ ഇതേപോലെ സൈഡിൽ റോഡ് അളന്നിട്ട് കല്ലിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ കല്ലിന് ആ ഒരു അളവിനകത്ത് നിന്ന് മരങ്ങൾ അത്രയും മുറിച്ചുകൊണ്ടിരിക്കും. മതിലൊക്കെ ഒരു 2-3 മാസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, 3 മാസം മുമ്പ് മതിലൊക്കെ മുറിച്ചായിരുന്നു. സോ അപ്പോൾ അവർ മരങ്ങൾ അത്രയൊന്നും മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. മരങ്ങൾ മുറിച്ച് മാറ്റിയാലേ ഇനി അടുത്ത് നിരത്തി റോഡാക്കാൻ പറ്റും. സോ എൻ്റെ വീട് ഇരിക്കുന്നുണ്ട് ഗൈസ്, കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ഇടയിൽ വരും, കണ്ട കണ്ട ജനൽ കണ്ടില്ലേ, അതാണ് എൻ്റെ വീട്. സോ ഗൈസ് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ചിലപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു തോടൊക്കെ ഉണ്ട്. പോവുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം. തോടിൻ്റെ കരയിലായിട്ടൊക്കെ എനിക്കൊരു ഞങ്ങൾക്ക് വിളയുണ്ട്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണുന്നില്ലേ, ഡ്രസ്സൊക്കെ മാറിയിട്ട് സംഭവം പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. പഞ്ചായത്തിൽ സംഭവം ഒരു പേപ്പർ സൈനിട്ട് വാങ്ങാനാണ്. ഇതിൻ്റെ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിന് അങ്ങനെ തോന്നണം, അമ്മ പറഞ്ഞിട്ട് അങ്ങനെ പോകണം. സോ ബൈക്കിലാണ് ഗൈസ്, ബൈക്ക് എന്നാ പോയിട്ട് വരാം ഗൈസ്. പോയിട്ട് അത് കയറിയിട്ട് 1.5 മണിക്കൂറായി. ഇപ്പോഴാണ് ഇറങ്ങിയത്. എനിവേ വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഇന്നെന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇന്നൊരു വ്ളോഗായിട്ട്, ആദ്യത്തെ വ്ളോഗാണ് എൻ്റെ. സോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ കാണിച്ചു തന്ന് ഒരു ഇൻട്രഡക്ഷൻ പോലെ ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പണിപ്പാളി കേസ് സംഭവം. അവിടെ കറണ്ട് അവന്മാർ കട്ട് ചെയ്ത്, അവിടെ മരം വെട്ടയല്ലേ. അപ്പോൾ കുറേ നേരം കറണ്ട് ഉണ്ടായിരുന്നു, മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. സംഭവം ലാസ്റ്റായിട്ട് എന്താ പറയുക, സംഭവം മരം മുറിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവം എന്താ പറയുക, വലിയ മരങ്ങൾ മുറിക്കേണ്ട അവസ്ഥയായി. ലൈനിൻ്റെ റോഡിൻ്റെ സൈഡിൽ നിന്ന് ലൈനിൻ്റെയൊക്കെ മുകളിലിരിക്കുന്ന വലിയ മരങ്ങൾ. അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി മൊത്തത്തിൽ കറണ്ട് ഓഫ് ചെയ്തിരിക്കുക. പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ ഒരിടത്തും കറണ്ടില്ല. അപ്പോൾ വീട്ടിലും കറണ്ടില്ല. വീട്ടിൽ മോട്ടറിൽ വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു. ശകലം വെള്ളമേ ഉള്ളൂ, ശകലം അത്യാവശ്യം യൂസ് ചെയ്യേണ്ട വെള്ളമേ ഉള്ളൂ അവിടെ. പിന്നെ ഫോണിനകത്ത് ചാർജ് ഇല്ല. ഇപ്പോഴായിട്ട് 10% നോട്ടിഫിക്കേഷൻ വന്നാണ് ഞാൻ ഇപ്പം സോറി പറഞ്ഞത് അവിടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. സോ മിക്കവാറും ഇനി അങ്ങോട്ടങ്ങ് കുറച്ച് നേരത്തേക്ക് വീഡിയോ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും ഫോണങ്ങ് നൈസായിട്ട് അത്യാവശ്യ യൂസിന് മാത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പം മണി അറൗണ്ട് 1:30. ഇവർ 6 മണി വരെയാണ് ഇവരെ പരിപാടിയുള്ളത്. എത്ര മണിക്ക് ഇനി കറണ്ട് വരുമെന്ന് അറിയത്തില്ല. കറണ്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ ചാർജ് ഇട്ടിട്ട് ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും. ഇപ്പോൾ മിക്കവാറും വിളയിൽ പോകാനുള്ള ചാൻസ്. നിങ്ങൾക്ക് ചിലവർക്കെന്ന് പറഞ്ഞാൽ വിളയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർ കാണും. വിളയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വസ്തു എന്നൊക്കെ പറയത്തില്ലേ, വസ്തു നമ്മുടെ ഈ പറമ്പ്, അതാണ് പരിപാടി. സോ അതൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്, നടന്നില്ല. എനിവേ വൈകിട്ട് കറണ്ട് വന്നതിന് ശേഷം വരാം ഗൈസ്. കറണ്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഇനി എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ചത്തു. സോ കറണ്ട് വന്നിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, മണി ഇപ്പോൾ 7:30 കഴിഞ്ഞു ഗൈസ്. സോ 6 മണി 6:30 ആയി. കറണ്ടൊന്നും കിട്ടും ഇവിടെ സപ്ലൈ കിട്ടാൻ വേണ്ടി. സംഭവം 6 മണി ആയപ്പോൾ കറണ്ട് വന്നു. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു റൂട്ടിലൊരു 5-6 വീടുണ്ട്. സോ 5-6 വീട്ടിലും കറണ്ട് വന്നില്ല, സപ്ലൈ വന്നില്ല. സോ പിന്നെ എന്തുവാ, പിന്നെ KCB വിളിച്ചു. ആദ്യം അവർ പറഞ്ഞു അത് KCB ആൾക്കാർ അവിടെ അപ്പുറത്തൊക്കെ തന്നെ ഉണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടും അത് നടപടിയായില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാളുണ്ട്, KCB വലിയ സംഭവക്കാരെന്നാണ് പറയണത്. പുള്ളിക്കാരെ എന്തോ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചങ്ങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ റൂട്ടിലെല്ലാം എന്താ പറയുക, കറണ്ട് വന്നു, പോസ്റ്റിലൊക്കെ ലൈറ്റ് വന്നു. പക്ഷെ വീട്ടിൽ കണക്ഷൻ ഇല്ല. പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തു.
അവസാനം കറണ്ട് കിട്ടി. എൻ്റെ ഫോൺ ചത്തായിരുന്നു കേസ്. ഫോണ് കറക്റ്റ് എന്തോ ഇവിടെ കറണ്ട് വന്നപ്പോഴത്തേക്കും ചത്തു ഫോൺ. 1% ആയിരുന്നു. അറൗണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള വീഡിയോ എന്താ പറയുക, ഉച്ചയ്ക്ക് കുറച്ച് ഭാഗം ഞാൻ എടുത്തിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഫോൺ വച്ചതാ, 10% വെച്ചതാ. അതിനുശേഷം എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി ഞാൻ. ഇത് വൈകുന്നേരം 6 മണി വരെ ഫോൺ പിടിച്ച് നിർത്തി. കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ വിളിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫോൺ വെച്ചിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അത്രയും നേരം ഇരുന്നു, രക്ഷപ്പെട്ടു. എനിവേ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ എന്താ പറയുക, ആദ്യത്തെ വ്ളോഗാണ് ഇത്. പോസ്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യണം, ഇനി വേണം ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ. സോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന പോലും അറിയത്തില്ല. നിങ്ങളുടെ വ്ളോഗ് ഇതുവരെ എനിക്ക് എന്താ പറയുക, വ്ളോഗ് ഇതുവരെ എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ എന്തൊക്കെ ഇതിനകത്ത് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോറി. എന്തൊക്കെ അതിനകത്ത് മിസ്റ്റേക്ക് ആയിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പോൾ പറയുക ഗസ്, കമൻ്റായിട്ട് പറയുക ഗസ്. എനിക്ക് എങ്ങനെയാണ് എന്താണ് വ്ളോഗ്, ആദ്യത്തെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ. ഇനി അങ്ങോട്ട് വ്ളോഗ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ റിപ്ലൈ എങ്ങനെ ഇരിക്കും അതുപോലെ ഞാൻ ഇടും. മിക്കവാറും നാളെ ഞാൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഡെയിലി ലൈഫിൽ എല്ലാം ഒരേപോലെ നടക്കുന്നത്. ഇത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് നടന്നാൽ മാത്രമേ, അങ്ങനെ പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ രാവിലെ ഓരോ സ്ഥലത്ത് പോയത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കാനോ അത് വേറെ ഒന്നും പറ്റിയില്ല. ക്യാമറ പുറത്തോട്ട് കാണിക്കാനുള്ള പേടിയൊക്കെ ഉണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇത്തിരി അത്ര എന്താ പറയാ, മോഡേണായിട്ട് ചിന്തിക്കുന്നവരോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അതിൽ അയഞ്ഞു നിൽക്കുന്നവരോ അങ്ങനെയൊന്നും അല്ല. അവർക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയാ, ഒരു പേടിയും കാര്യങ്ങളുള്ളവരാ. അതുകൊണ്ട് ഞാൻ പരമാവധി മിക്കവരുടെ ഫ്രണ്ടിൽ വെച്ച് ക്യാമറ എടുത്തില്ല. ക്യാമറ എടുക്കാനുള്ള കുറേ സിറ്റുവേഷൻസും കുറേ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. മിക്കവാറും എൻ്റെ ലൈഫും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ ആയിരിക്കും മിക്കവാറും ഞാൻ ഇടാൻ ചാൻസ് ഉള്ളത്. വീഡിയോ ഞാൻ എൻ്റെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആജി ഫിക്സർ. നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ താഴെ അറിയിക്കുക. അതിൽ വേണം എനിക്ക് തിരുത്താൻ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.